ഒരു മുന്നിലേക്കൊക്കെ ഒരു വാഴാറുണ്ട് നല്ലത്. അത് അതിന് മറ്റേ കവിഞ്ഞു ഇരുമ്പിൻ്റെ പട്ടിക ആ ചുള്ളിൻ്റെ അതെല്ലാം തേച്ചു ഞാൻ അടുക്കളയും $10,000 അതിനകത്ത് വെച്ച് വാങ്ങി തുണിമുറിൻ്റെ കക്കൂസിൻ്റെ ഏറ്റവും മറ്റേ ഷീറ്റില്ലേ ചോരാതെ ആ ഷീറ്റ് കമ്പനിയിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം നല്ല കത്തി മറ്റേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോറിട്ട് വെയിലായിട്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇതൊരു വെയിലാണ്. ആ തെങ്ങെല്ലാം പോയില്ലേ എല്ലാം പോയി. മഴയിലെടുത്തിട്ട് എത്തിയാലും സമാധാനമായില്ലേ. അത് വലിയ ഈരല്ലോ അത് പറ്റാണ്. മഴ വരുന്നു. ഇതാ 4 വഴി പോന്ന പിന്നെ ഈ 2 3 കാര്യം കിട്ടിയണ്ട നല്ല ബുദ്ധിമുട്ടായിരുന്നു. എത്ര വന്ന് പോയാലും എനിക്ക് ഇന്ന് കുറച്ച് വന്നു. അതാ റോഡുമെന്ന് വെള്ളം കുടിക്കുന്നവര് ആ ആണിയില്ലേ ഗവൺമെൻറ്റിട്ടെ അത് നിറച്ചും മണ്ണില് ഒരു കണ്ടത്തിൽ ജാനകിയുടെ ഭർത്താവാണ്. ഞാൻ ചെറുതാരാ പെണ്ണെടുക്കുന്നവരാണ് ഇങ്ങനെ പോയി പിടിച്ചേറ്റിട്ട് ആ ആണിയിലെ മണ്ണ് കോരിട്ട് കരക്കിടുക നിറഞ്ഞിട്ട് റോട്ട് കൂട്ടിയാണ് വെള്ളം മണ്ണും വെള്ളം. അതാണ് പെട്ടെന്ന് പറഞ്ഞത്. ഒരു മലയുടെ മലയിൽ ഈ മലയിലേക്ക് കൊടുക്കും. ഇനി ഇത് പിന്നെ പൊട്ടിക്കൂട്ടി ആടെ വെക്കുന്നവരെ ചവിട്ടിന് സൗകര്യം ഉണ്ടാവില്ല. അത് മതി. ഓ നാളെ തന്നെ മഴ പെയ്യുമോ, എൻ്റെ മാത്രം നനഞ്ഞു പോവോ, എൻ്റെ മാത്രം നനഞ്ഞു പോവോ എന്ന് പറഞ്ഞ് ഏതാ കുഴപ്പം രാത്രിക്ക് അടക്കുന്നിടത്ത് വാങ്ങുന്നിടത്തും കൂടെ സൗകര്യം തരും. മണ്ണിക്ക് വരേറ്റേക്കാണ് ആരും എടുത്തില്ല. ഒരാൾ കാറിലവിടെ വന്ന് നല്ല വീടെടുക്ക സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് 2 പീസാക്കി വെച്ചു. 3 പീസാണ്. 3 പീസില്ലേ? മയിലടി വേറെ അധികം പണിക്കുള്ളൂ. അത് പറഞ്ഞു കണ്ടക്ട് ചെയ്യില്ല. മാധവി ചോദിച്ചു കണ്ടക്ട് ചെയ്യില്ല. ആരെങ്കിലും വീടെടുക്കാൻ എടുത്തിട്ടുണ്ടാവും. അതന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന കോരി ഒഴിവാക്കി. എന്നാൽ വീടെടുക്കാൻ സ്ഥലം എടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് വിൽപ്പനക്ക് വെച്ചല്ലേ.
ആയതുകൊണ്ട് വീണ്ടും അതിന് നാളെ ഒരു വഴിക്ക് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് തിരക്കാന്ന്. നാളെ ഒന്നും ഈ പണിയൊന്നും നടക്കില്ല. നാളെ എനിക്കൊരു പെണ്ണ് കാണാൻ പോകാനുണ്ട്. എനിക്കല്ലേ ജാതിമാളാ മക്കൾക്കോ അയ്യന്മാർക്കോ ആരെങ്കിലും കാണും. തൊഴിലൊക്കെ പോയാൽ ഒരു 11 മണിയാകുമ്പോൾ പണിയൊക്കെ പോകണമെന്നാ സർക്കാരിൻ്റെ ഉത്തരവ്. ഇത് ഈ പൊരിയുന്ന വെയിലൊക്കെ ഇവിടെ ആലോചന ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കണം. അതിനിപ്പോൾ ഞാൻ ഒരു പൊഞ്ചില്ല. ഇങ്ങനെ ചൂട് കൊണ്ട് ആ മലയുടെ വണ്ടിയിൽ വണ്ടി കയറി ഇവിടെ കോട്ടത്തൊന്നില്ലേ നീ എന്തുവാ? നിന്റെ വിഷമെല്ലാം പെണ്ണുങ്ങൾക്കേ അറിയില്ല. മഴയാകുമ്പോ പെണ്ണുങ്ങൾക്കാണ് തീ തെറിച്ച് വെക്കേണ്ടത്. കഷ്ടപ്പാട് ആണുങ്ങൾക്കൊന്നും അറിയില്ല. നല്ല പെണ്ണുങ്ങൾക്കേ അറിയും. ഇപ്പൊ ഹോട്ടലിലെ പാശ് കൂട്ടല്ലേ എല്ലാവർക്കും. നമുക്കാണ് മനസ്സിലായത്. വൈകുന്നേരം ആകുമ്പോ ഹോട്ടലിൽ പോവാ, ഭക്ഷണം വാങ്ങുക. അതാ വന്നിട്ട് നമ്മുടെ പിന്നെ കർമ്മസേന സേന വന്നിട്ടാ വെച്ച് വെച്ചിനിപ്പ ഞാൻ എല്ലാ മാസവും നല്ല സഞ്ചരിയാക്കി വെക്കുന്നു. അതാ എടുത്ത് കൊടുക്ക്. മുന്നിലേക്കൊരു വാഴാറുണ്ട് നല്ലത്. അത് വാങ്ങിച്ചത് അതിന് മറ്റേ കവിതും ഇരുമ്പിൻ്റെ പട്ടിക ആ ചുണ്ടിൻ്റെ അതെല്ലാം തേച്ചിട്ടുണ്ട്. ഞാൻ അടുക്കളയും ₹10,000 അതിനകത്ത് വെച്ച് വാങ്ങുന്നു. കുളിമുറിൻ്റെ കക്കൂസിൻ്റെ ഏറ്റവും മറ്റേ സീറ്റില്ലേ ചോരാതെ ആ സീറ്റ് കമ്പനിയിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം നല്ല കത്തി പക്ഷെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോറിട്ട് വെയിലായിട്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇതൊരു വെയിലാണ്. തെങ്ങെല്ലാം പോയില്ലേ? മഴയിലെത്തിക്കാതെ എത്തിയാലും സമാധാനായില്ലേ? ആളായിട്ട് ഒത്തരുന്നില്ല അത് വലിയ ഈരല്ല അത് പെട്ടാണ്. എനിക്ക് സൗകര്യം തരില്ലപ്പാ. മഴ വരുന്നു. ഇതാ 4 വഴി പോന്ന ഒരു കാര്യം പിന്നെ ഈ 2 3 ഒരു കാര്യം കൂടി കുട്ടിയുണ്ടാ നല്ല മുഴുവനായിരുന്നു. എത്ര വന്ന് പോയാലും തിരിഞ്ഞ് കുറച്ച് വന്നു. അതാ റോഡുമെന്ന് വെള്ളം കുടിക്കുന്നവര് ആ ആണില്ലേ ഗവൺമെൻറ്റിട്ടെ അത് നിറച്ചും മണ്ണില്ല. ഒരു കണ്ടത്തിൽ ജാനകിയുടെ ഭർത്താവാണ്.
ഇങ്ങനെ പോയിട്ട് എന്നാണ് പോയിട്ട് ആണിങ്ങനെ മണ്ണ് കോരിട്ട് കരക്കിടുക നിറഞ്ഞിട്ട് റോട്ട് കൂട്ടിയാന്ന് വെള്ളം മണ്ണും വെള്ളം അത് മൊത്തം നിറഞ്ഞു. ഒരു മലയുടെ മണ്ടയിൽ ഈ മലയിലേക്ക് കൊടുക്കും. ഇനി ഇത് പിന്നെ പൊത്തി കൂട്ടി ആടെ വെക്കുന്നവരെ ചവിട്ടിന് സൗകര്യം ഉണ്ടാവില്ല. അത് മതി. ഓ നാളെ തന്നെ മഴ പെയ്യുമോ എൻ്റെ മാത്രം നനഞ്ഞു പോവോ എൻ്റെ മാത്രം നനഞ്ഞു പോവോ എന്ന് പറഞ്ഞ് ഏതാ കുഴപ്പം രാത്രിക്ക് അടക്കുന്നിടത്ത് വാങ്ങുന്നിടത്തും കൂടെ സൗകര്യം തരും. മണ്ണൂറ്റി പറമ്പേത്തേക്കാണ് ആരും എടുത്തിന് ഒരാൾ കാറിലവിടെ വന്ന് നല്ല വീടെടുക്ക സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് 2 പീസാക്കി വെച്ച് 3 പീസാണ് 3 പീസില്ലേ മയിലാണ് ഇവരധികം പണിക്ക് പോകുന്നു. അത് പറഞ്ഞു കണ്ടക്ട് ചെയ്യില്ല മാറി ചോദിച്ചു കണ്ടക്ട് ചെയ്യില്ല ആരെങ്കിലും വീടെടുക്കാൻ എടുത്തിട്ടുണ്ടാവും. അതന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന കോരി ഒഴിവാക്കി. എന്നാൽ വീടെടുക്കാൻ സ്ഥലം എടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് വിൽപ്പനക്ക് വെച്ചല്ലപ്പാ. അതിന് നാളെ ഒരു വഴിക്ക് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് തിരക്കാന്ന്. നാളെ ഒന്നും ഈ പണിയൊന്നും നടക്കില്ല. നാളെ എനിക്കൊരു പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. എനിക്കല്ലേ മക്കൾക്കോ അയ്യന്മാർക്കോ ആരെങ്കിലും കാണും. തൊഴിലൊക്കെ പോയാലും ഒരു 11 മണിയാകുമ്പോൾ പണിയൊക്കെ പോകണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ്. ഇത് ഈ പൊരിയുന്ന വെയിലൊക്കെ ഇവിടെ ആലോചന ഉച്ച കഴിഞ്ഞ് എന്നോട് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ ഒരു കൊഞ്ചില്ല. ഇങ്ങനെ ഭ്രാന്താകും മനുഷ്യന് ചൂട് കൊണ്ട്. ആ മലയുടെ അവിടെ നിന്ന് വണ്ടി കയറ്റി ഇവിടെ പോകണമെന്നില്ലേ? നീ എന്തോ നിന്റെ വിഷമെല്ലാം പെണ്ണുങ്ങൾക്കേ അറിയില്ല. മഴയാകുമ്പോൾ പെണ്ണുങ്ങൾക്കാണ് തീ പരിച്ച് വെക്കേണ്ടത്. കഷ്ടപ്പാട് ആണുങ്ങൾക്കൊന്നും അറിയില്ല. നല്ല പെണ്ണുങ്ങൾക്കേ അറിയും.